ബ്രഹ്മർഷി മോഹൻജിയുമായി നിങ്ങൾക്ക് സംവദിക്കുവാനുള്ള ഒരു വേദിയാണ് മോഹൻജി വീക്ക്ലി ടോക്ക്. മോഹൻജി വീക്ക്ലി ടോക്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ പ്രാവശ്യം പങ്കെടുക്കുമ്പോൾ അത് തീർത്തും സൗജന്യമാണ്. പിന്നീട് നിങ്ങളത് തുടർന്ന് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഫീസുണ്ട്. മോഹൻജി വീക്ക്ലി ടോക്കിൽ നിങ്ങൾക്കുള്ള ഏതൊരു സംശയവും ആധ്യാത്മികമായും അല്ലെങ്കിൽ പ്രാക്ടിക്കലായി ജീവിക്കുവാൻ, സന്തോഷമായും സമാധാനമായും സംതൃപ്തമായും ജീവിക്കുവാൻ ആവശ്യമുള്ള ഏതൊരു സംശയത്തിനും ഉത്തരം കിട്ടുന്നു. ഈ ഒരു വീക്ക്ലി ടോക്കിൽ പങ്കെടുക്കുവാനായി നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ എങ്ങനെയാണ് വീക്ക്ലി ടോക്കിൽ പങ്കെടുക്കാൻ സാധിക്കുക എന്നുള്ളത് അറിയിക്കുന്നതാണ്. മോഹൻജി വീക്ക്ലി ടോക്കിലെ ഒരു ചോദ്യവും അതിൻ്റെ ഉത്തരവും ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഡിസംബർ 21 നടത്തിയ വീക്ക്ലി ടോക്കിലുള്ളൊരു ചോദ്യമാണ്. ചോദ്യം: മോഹൻജി, അർഹതയുള്ളവരെ സഹായിക്കണമെന്ന് അങ്ങ് ഇന്നലെ പറഞ്ഞു. എന്നാൽ നേരത്തെ അങ്ങ് പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ മാത്രമേ സഹായിക്കാവൂ എന്ന്. ഇല്ലെങ്കിൽ നമ്മുടെ സഹായത്തിന് വിലയുണ്ടാവില്ല എന്ന്. അങ്ങയുടെ ഈ 2 ഉപദേശങ്ങളും കണക്കിലെടുത്ത് ഞങ്ങൾ എങ്ങനെ സാഹചര്യങ്ങളെ നേരിടണം? മോഹൻജിയുടെ ഉത്തരം: നോക്കൂ, ജീവിതത്തിൽ മറ്റാരെയെങ്കിലും നമുക്ക് ശരിക്കും അറിയാമോ? നിങ്ങൾ ഒരുപാട് ആളുകളെ കാണുന്നുണ്ട് അല്ലേ? നിങ്ങൾക്ക് അവരെ അറിയാമോ? നിങ്ങൾ അവരുടെ രൂപം കാണുന്നു. അപ്പോൾ നിങ്ങൾക്ക് അവരെ അറിയാമെന്ന് നിങ്ങൾ കരുതുന്നു. പിന്നെ അവരുടെ പെരുമാറ്റം കാണുന്നു. നിങ്ങളുടെ മുന്നിൽ അവർ കാണിക്കുന്ന പെരുമാറ്റം, അത് കണ്ട് നിങ്ങൾക്ക് അവരെ അറിയാമെന്ന് നിങ്ങൾ കരുതുന്നു. അത് അവരാണോ? അടിസ്ഥാനപരമായി നമുക്ക് ജീവിതത്തിൽ ആരെയും അറിയില്ല. മനസ്സിലായോ? ഇനി ഒരാൾ നിങ്ങളോട് അയാളുടെ കഥ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അയാൾക്ക് ഒരു പരിഹാരം വേണമെന്നാണ്. എന്നാൽ ഒരാൾ തൻ്റെ കഥ പലരോടും പറഞ്ഞു നടക്കുകയാണെങ്കിൽ അയാൾക്ക് പരിഹാരമല്ല വേണ്ടത്, അയാൾക്ക് സഹതാപമാണ് വേണ്ടത്. നിങ്ങൾ സഹായിക്കണോ? അയാൾ സഹായം ചോദിക്കുന്നില്ല, നിങ്ങളതൊന്ന് കേൾക്കണമെന്ന് മാത്രമേ അയാൾ ആഗ്രഹിക്കുന്നുള്ളൂ. ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? ശരിക്കും പരിഹാരം വേണ്ട ഒരാൾ തൻ്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് താൻ വിശ്വസിക്കുന്ന ഒരാളോട് മാത്രമേ സംസാരിക്കൂ. സഹതാപം വേണ്ട ഒരാൾ എല്ലാവരോടും തൻ്റെ കഥ പറയും. അതുകൊണ്ട് സ്വന്തം പരാജയങ്ങളെക്കുറിച്ചും വേദനകളെക്കുറിച്ചും എല്ലാവരോടും സംസാരിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് പരിഹാരം ആവശ്യമില്ല. നിങ്ങൾ അവരുടെ പ്രശ്നം പരിഹരിക്കാൻ പോകരുത്, ശ്രമിക്കുക പോലും ചെയ്യരുത്. കാരണം അവർക്കത് ആവശ്യമില്ല. ചില ഡോക്ടർമാർ പറയും നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് രോഗമില്ല എന്ന്. നിങ്ങൾക്ക് രോഗമില്ല എന്ന് പറഞ്ഞാൽ ചില രോഗികൾക്ക് സന്തോഷമാക്കില്ല. തങ്ങൾക്ക് സുഖമില്ലെന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ ഡോക്ടർ അവർക്ക് ദോഷകരമല്ലാത്ത മരുന്ന് നൽകിയിട്ട് ഇത് കഴിക്കൂ എന്ന് പറയും. അപ്പോൾ അവർ പറയും എനിക്ക് ഭേദമായി എന്ന്. ഇതൊരു മനഃശാസ്ത്രപരമായ കാര്യമാണ്. അപ്പോൾ ശരിക്കും സഹായം ആവശ്യമുള്ളവർ, അതായത് അവർ നിങ്ങളെ മാത്രം ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങളോട് സംസാരിച്ചാൽ പ്രശ്നം തീരുമെന്ന് അവർക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ അവരെ നിങ്ങൾ സഹായിക്കണം. അത് ആരായാലും. അതാണ് മര്യാദ. നിങ്ങളുടെ ആത്മാഭിമാനം നിലനിർത്തുന്ന കാര്യം അതാണ്. ജീവിതത്തിൽ മര്യാദ പ്രധാനമാണ്. എന്നാൽ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് അവരുടെ പ്രശ്നം പരിഹരിക്കേണ്ടതില്ല. അവർക്കതൊരു വിഷയമല്ല. നിങ്ങൾ അതൊന്ന് കേൾക്കണം എന്ന് മാത്രമേ അവർക്കുള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കേൾക്കുക, എന്നിട്ട് പോവുക. വിശപ്പിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഒരാൾ വിശന്നിരിക്കുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കരുത്. അവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുക. നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം നൽകുക. അതാണ് നല്ല ഭക്ഷണം. നിങ്ങൾക്ക് കഴിക്കാൻ സന്തോഷമുള്ള ഭക്ഷണം. ചോദ്യങ്ങൾ ചോദിക്കരുത്. നീ എന്താ വിശന്നിരിക്കുന്നത് എന്നൊന്നും ചോദിക്കരുത്. ഭക്ഷണം നൽകുക. അതൊരു നിർമ്മലമായ കാര്യമാണ്. എന്തുകൊണ്ട് എന്നതിനെക്കുറിച്ച് നമ്മൾ എത്ര കുറച്ച് അന്വേഷിക്കുന്നുവോ അത്രയും നന്നായി നമുക്ക് മറ്റുള്ളവരുമായി ബന്ധപ്പെടാൻ കഴിയും. ചിലപ്പോൾ ഒരാളെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ നമ്മൾ മുൻവിധിയുള്ളവരാകും. അത് മോശം ബന്ധങ്ങളിലേക്ക് നയിക്കും. അതിന് പകരം, ശരി, ഈ വ്യക്തി വിശന്നിരിക്കുന്നു, ഞാൻ ഭക്ഷണം നൽകി, അവിടെ പ്രശ്നം കഴിഞ്ഞു, അങ്ങനെയാകണം. പ്രായോഗികമായി ചിന്തിക്കുക. ബി പ്രാക്ടിക്കൽ. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതും അതുതന്നെയല്ലേ? ആത്മീയതയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ജീവിതത്തിൽ പ്രായോഗികത വേണം. ആത്മീയത എന്നാൽ ഒളിച്ചോട്ടമല്ല, അത് ഉത്തരവാദിത്വമാണ്. നിങ്ങൾ ആത്മീയനാകുമ്പോൾ നിങ്ങൾ ഉത്തരവാദിത്വമുള്ളവനാകുന്നു. നിങ്ങൾ തമസ് ഒഴിവാക്കണം. ജാഗ്രതയുള്ളവരും ബോധമുള്ളവരും സജീവമായവരുമായിരിക്കണം. കാര്യങ്ങൾ നീട്ടിവെക്കരുത്. ഞാൻ എപ്പോഴും ഞങ്ങളുടെ ആളുകളോട് പറയും, ആരെങ്കിലും വന്ന് എനിക്ക് വിശക്കുന്നു, ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ആരോടും ചോദിക്കേണ്ട, അവർക്ക് ഭക്ഷണം നൽകുക. എന്നിട്ട് ബാക്കി സംസാരിക്കാം. ഇതാണ് സേവനം. ഞാൻ അമേരിക്കയിലായിരുന്നപ്പോൾ ഭവനരഹിതർക്കുള്ള ഒരിടത്ത് പോയി. ഞങ്ങൾ അവർക്ക് ഭക്ഷണം കൊണ്ടുപോയി. ആളുകൾ അവിടെ ഇരുന്ന് കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുന്നുണ്ട്. അവർ എന്നോട് ചോദിച്ചു, എന്ത് ഭക്ഷണമാണ് കൊണ്ടുവന്നത്? അത് കണ്ടിട്ട് അവർ പറഞ്ഞു, ഇതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ട രുചിയല്ല. അവർക്ക് അമിതമായി ഭക്ഷണം ലഭിക്കുന്നുണ്ട്. അവർ അവിടെ ഇരിക്കുന്നത് നികുതി അടയ്ക്കണ്ടല്ലോ എന്ന് കരുതിയാണ്.
അതൊരു നല്ല ബുദ്ധിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ഇത് ലാറ്റിൻ അമേരിക്കയിൽ നൽകാം. അവിടെയാണ് ഇതിൻ്റെ ആവശ്യം. ഞങ്ങൾ മെക്സിക്കോയിലെ ഒരു സ്കൂളിൽ അത് തുടങ്ങി. അവിടുത്തെ കുട്ടികൾക്ക് വളരെ സന്തോഷമായി. കാര്യം ഇതാണ്, ഒരു കാര്യം ചെയ്യുക എന്നതല്ല, ശരിയായ കാര്യം ചെയ്യുക എന്നതാണ് പ്രധാനം. പ്രസക്തമായ കാര്യം ചെയ്യുക. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എപ്പോഴും ഇങ്ങനെയാണ്. ഇതാണ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം എന്ന് മറ്റുള്ളവരോട് പറയാൻ നിൽക്കരുത്. മറ്റൊരാൾ ഇതിലും നല്ലത് കണ്ടെത്തിയിട്ടുണ്ടാകും. അതിനെ അഭിനന്ദിക്കുക, അംഗീകരിക്കുക. അതുകൊണ്ട് നിങ്ങൾ ജാഗ്രതയുള്ളവരും ഉണർവുള്ളവരുമായിരിക്കണം. വിഡ്ഢിത്തങ്ങൾ ചെയ്യരുത്. ഇത് മറ്റാരെയും ബോധിപ്പിക്കാൻ വേണ്ടിയല്ല. ഇത് നിങ്ങളുടെ വളർച്ചയ്ക്കും സംതൃപ്തിക്കും സ്ഥിരതയ്ക്കും വേണ്ടിയാണ്. അവസാനം എല്ലാം നിങ്ങൾ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഏകദേശം 30,000 ദിവസങ്ങളാണ് ഒരു ശരീരത്തിൽ ഇവിടെയുള്ളത്. 30,000 ദിവസം. നിങ്ങൾ 88 വയസ്സുവരെ ജീവിക്കുകയാണെങ്കിൽ 32,800 ദിവസങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ. ഒരു ജന്മത്തിൻ്റെ വിസ കാലാവധി അത്രയേ ഉള്ളൂ. അത് നീട്ടാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ ശേഖരിച്ചു വച്ചതിലൊക്കെ എന്ത് വലിയ കാര്യമാണുള്ളത്? നിങ്ങൾ മറ്റുള്ളവർക്ക് എന്ത് നൽകി എന്നതിലാണ് കാര്യം. നിങ്ങൾ എന്തു കൊടുത്തു എന്നത് മാത്രമാണ് പ്രധാനം. നിങ്ങൾ എന്ത് ശേഖരിച്ചു എന്നത് പ്രധാനമല്ല. കാരണം നിങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് പോകേണ്ടി വരും. നിങ്ങൾ നൽകിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് നിങ്ങൾ. അതാണ് നിങ്ങളുടെ ആസ്തി. നിങ്ങൾ ശേഖരിച്ചത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ മറ്റാരെങ്കിലും ഉപയോഗിക്കും. മറ്റൊരു സമയത്തേക്ക് വേണ്ടി സാധനങ്ങൾ മാറ്റിവെക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നല്ല സാധനങ്ങളെല്ലാം മറ്റൊരു സമയത്തേക്ക് വേണ്ടി മാറ്റിവെക്കും. അവസാനം അവർ മരിക്കും. അലമാര നിറയെ ഉപയോഗിക്കാത്ത സാധനങ്ങൾ ബാക്കിയുണ്ടാകും. അവർക്കത് ഒരിക്കലും ഉപയോഗിക്കാൻ കഴിയില്ല. ജീവിതം സംഭവിക്കുന്നത് ഇപ്പോഴാണ്. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നതാണ് നിങ്ങളുടെ ഒരേ ഒരു യാഥാർത്ഥ്യം. നാളെക്കുറിച്ച് നിങ്ങൾക്കറിയില്ല, അല്ലേ? ഇതാണ് ഏക സമയം. ഇതാണ് ഏക സാധ്യത. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് ജീവിക്കുക. നാളെ സംഭവിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്യും. എനിക്ക് ഉറപ്പുണ്ട്, നാളെയും ജീവിക്കുക. അതുകൊണ്ട് ഓരോ ദിവസവും പ്രധാനമാണ്. ജീവിതം പ്രധാനമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് സമയവുമാണ്. പ്രിയമുള്ളവരെ, മോഹൻജി ടോക്കിലെ 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മോഹൻജി വീക്ക്ലി ടോക്കിലെ ഒരു ഭാഗമാണ്, ഒരു ക്വസ്റ്റ്യൻ്റെ ഉത്തരം മാത്രമാണ് ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ധാരാളം ചോദ്യോത്തരങ്ങൾ മോഹൻജി വീക്ക്ലി ടോക്കിൽ ഉണ്ടാകാറുണ്ട്. ഇതിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തിട്ടുള്ള മെസ്സേജിൽ ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.